7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ലും ലീഡ് ചെയ്യുമെന്നാണ് പൊന്നാനിയിലെ UDFന്റെ വിലയിരുത്തൽ. 50,000 വോട്ടിന് വിജയിക്കുമെന്ന് PV അൻവർ പറയുന്നുണ്ടെങ്കിലും 1,500 മുതൽ 5,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് LDF പ്രതീക്ഷിക്കുന്നത്. പുറത്തുവന്ന കണക്കുകൾക്കനുസരിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഇത്തവണ പൊന്നാനിയിൽ ഉണ്ടായിട്ടില്ല. 75,000 മുതൽ 90,000 വരെ ഭൂരിപക്ഷം E.T. മുഹമ്മദ് ബഷീർ കണക്ക് കൂട്ടുന്നുണ്ട്. കോട്ടക്കലിലും തിരൂരങ്ങാടിയിലും 30,000-ലധികം ലീഡാണ് പ്രതീക്ഷ. തിരൂരിൽ 15,000-ഉം താനൂരിൽ 10,000-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷവും ഉണ്ടാകുമെന്നാണ് ലീഗ് കണക്ക്. പൊന്നാനിയിലും തൃത്താലയിലും PV അൻവറിനേക്കാൾ വോട്ട് നേടുമെന്നും കരുതുന്നു. തവനൂരിൽ E.T. മുഹമ്മദ് ബഷീർ പിന്നിൽ പോകുമെന്നാണ് UDFന്റെ നിഗമനം. എന്നാൽ 5 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് വോട്ടെടുപ്പിന് ശേഷമുള്ള PV അൻവറിന്റെ പ്രതികരണം. 2 മണ്ഡലങ്ങൾ ഒഴിച്ച്, അതായത് കോട്ടക്കൽ ആൻഡ് തിരൂരങ്ങാടി, അവിടെ ഒഴിച്ച് ബാക്കി 5 മണ്ഡലങ്ങളിലും എനിക്ക് ലീഡ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, തിരൂർ ഉൾപ്പെടെ. 1,00,000-ഓളം വോട്ട് പിടിക്കുമെന്ന് BJP കരുതിയിരുന്നെങ്കിലും വോട്ടെടുപ്പിന് ശേഷം ആത്മവിശ്വാസത്തിൽ കുറവുണ്ട്. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ SDPIക്കുണ്ട്. മന്ദഗതിയിൽ തുടങ്ങിയ പോളിംഗ് ഏറെ വൈകിയാണ് അവസാനിച്ചത്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലെ സ്ഥാനാർത്ഥികൾക്ക് സംശയമുള്ളൂ. പൊന്നാനി ആരുടെ പൊന്നാപുരം കോട്ടയാണെന്നറിയാൻ 1 മാസം കാത്തിരിക്കേണ്ടി വരും. വിഘ്നേഷ് പെരുവള്ളൂരിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, പൊന്നാനി.